ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഇതിൽ ഒന്ന് നിങ്ങൾക്ക് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണാവുന്ന കുറച്ച് പോയിന്റുകളാണ്. ഒന്ന് ഇൻകം ടാക്സ് പെയ്ഡ്, അതേപോലെ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. അപ്പോൾ ഇൻകം ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടാവാം, അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റും ഇൻകം ടാക്സിന് വേണ്ടി മാറ്റിവെക്കുന്ന പ്രൊവിഷനും ഇൻകം ടാക്സ് കൊടുത്തതും ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചോളം ഏത് തരത്തിലുള്ള എക്സ്പെൻസാണ്, ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. എന്നാൽ അതേസമയം നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, എക്സ്പെൻസസ് ഓൺ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്, അതായത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ, കൺസൾട്ടേഷനുള്ള ഫീസും അതേപോലെ അഡ്വക്കേറ്റ്സിനോ ചാർട്ടേഡ് അക്കൗണ്ടൻസിനൊക്കെ ഈ ടാക്സ് മാറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഫീ ആയിട്ടൊക്കെ. അങ്ങനെ ഒരു പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെൻസ് ആണെങ്കിൽ അതെന്താണ്, അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് 4 തരത്തിലായിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. ഒന്ന് ഇൻകം ടാക്സ് പെയ്ഡും പ്രൊവിഷൻ കൊടുത്തതും, ലോൺ എടുത്ത് ഇൻകം ടാക്സ് അടച്ചിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതും. ഈ 3 കാര്യം ഓൾറെഡി എന്താണെന്നാണ് പറഞ്ഞത്, അത് ഡിസലൗഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് 3 ഐറ്റംസ് ആർ ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ബാക്കി ഈ വരുന്ന ഈ നാലാമത്തെ പോയിന്റ് കൺസൾട്ടേഷൻ ഫീ അല്ലെങ്കിൽ ടാക്സ് പ്രൊസീഡിങ്സിന് വരുന്നത് മാത്രം അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഇനി അടുത്തൊരു പോയിന്റിൽ പറയുന്നത് ഡിഡക്ഷൻസ് എക്സ്പ്രസ്ലി അലൗഡ്. അപ്പോൾ അലൗബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 30 to 37 വരെ വരുന്ന കാര്യങ്ങൾ എക്സ്പ്രസ്ലി തന്നെ എന്താണ്, അലൗഡ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ബിസിനസ് ഓർ പ്രൊഫഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ബിസിനസ് പ്രമിസസ്. അതാണ് ഈ 30 to 37 എന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടുന്നാണ് 30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്നതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വല്ല ചിലവുകൾ, ഇനി റെന്റോ റേറ്റോ ടാക്സോ റിപ്പയറോ ഇൻഷുറൻസോ, പ്രധാനമായിട്ടും നമ്മൾ ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ പ്രൊഫഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രെമിസസുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ, എനി എമൗണ്ട് പെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ലാൻഡ് റവന്യൂ, ലോക്കൽ ടാക്സ്, മുനിസിപ്പൽ ടാക്സ്, ഇതെല്ലാം ഈ ബിസിനസ് നടത്തുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഡിഡക്ഷൻസ് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തേൽ ഏതെങ്കിലും ഒരു തരത്തിലെ എമൗണ്ട് നമുക്ക് ഇപ്പോൾ ഒരു മെഷീനറി ഉണ്ട്, അതിന് റിപ്പയർ വന്നു, പ്ലാന്റ് ആൻഡ് ഫർണിച്ചറോ അല്ലെങ്കിൽ പ്രീമിയം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രീമിയം കൊടുക്കേണ്ടി വരിക, എന്തെങ്കിലും റിസ്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അസറ്റുകൾ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുന്ന ചിലവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. പിന്നെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. പിന്നെ ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ടോ കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ടിലേക്കൊക്കെ കൊടുക്കുന്ന എമൗണ്ടുകൾ ഡിഡക്ഷനാണ്. പിന്നെ പറയുന്നത് പ്രോസ്പെക്റ്റിംഗ് ഫോർ എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് പെട്രോളിയം, ഏതെങ്കിലും പ്രകൃതിവാതകങ്ങൾ നമ്മൾ കുഴിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചിലവുകളെല്ലാം നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നുള്ളതാണ് പറയുന്നത്. പ്രോസ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക പെട്രോളിയോ നാച്ചുറൽ ഗ്യാസോ ഒക്കെ, ബോത്ത് ഇൻ ഇന്ത്യ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ്, ഓർ ഇന്ത്യയിൽ ഇത് ചെയ്യാൻ വേണ്ടി എത്ര രൂപയാണോ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ എമൗണ്ട്, അല്ലെങ്കിൽ 20% ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് സച്ച് ബിസിനസ് വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ 20% എത്രയാണ് നോക്കുക, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേറ്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എത്ര നോക്കുക, ഏതാണോ കുറവ് ആ എമൗണ്ടിന് നമുക്ക് ഡിഡക്ഷൻസ് കിട്ടുന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ, പിന്നെ അതേപോലെ നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ലൈസൻസ് കിട്ടും, അതിന് വേണ്ടി വരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അതും ഡിഡക്റ്റബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എലിജിബിൾ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സ്കീംസ്, ഏതെങ്കിലും ഒരു നമുക്ക് യോഗ്യത നേടുന്ന ചില പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ സ്കീമുകളൊക്കെ നമ്മൾ കിട്ടുകയാണെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ ഉണ്ടെങ്കിൽ, അതായത് അവിടെ ഫുള്ളായിട്ട് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. എത്ര രൂപ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയോ അത്രയും എമൗണ്ട് വരയ്ക്ക് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ സ്കീം പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതും ഏതെങ്കിലും വളരെ എക്കണോമിക് വെൽഫെയറിന് വേണ്ടി, നമ്മുടെ സൊസൈറ്റിയുടെ സാമൂഹിക ക്ഷേമത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനങ്ങളെ ഒന്നുകൂടി ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രോജക്റ്റുകളൊക്കെ ആണെങ്കിൽ അതിന് 100% ഡിഡക്ഷൻസ് അലൗബിൾ ആണെന്നുള്ളതാണ് പറയുന്നത്.
പിന്നെ സ്പെസിഫൈഡ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചറാണ്. അത് ക്യാപിറ്റൽ നേച്ചർ. അതിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് അതിന് വേണ്ടി ലാൻഡ് അക്വയർ ചെയ്താലോ ഗുഡ് വില്ലോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിനോ വേണ്ടി വരുന്ന ആ എക്സ്പെൻസ് അതിൽ പെടുന്നില്ല. ബാക്കിയെല്ലാം എല്ലാ കാര്യങ്ങളുമാണ് വരുന്നത്. ഈ സ്പെസിഫൈഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കോൾഡ് ചെയിൻ ഫെസിലിറ്റി, പോൾട്രി ഫാം, മറൈൻ ഡയറി പ്രോഡക്റ്റുകൾ, വെയർ ഹൗസിംഗ് ഫെസിലിറ്റി, ഓയിൽ പൈപ്പ് ലൈൻ, ഹോട്ടൽ, 2 സ്റ്റാർ ആൻഡ് അബവ് കാറ്റഗറി, ന്യൂ ഹോസ്പിറ്റൽ, ഹൗസിംഗ്, ഫെർട്ടിലൈസർ പ്ലാന്റ്, ബീ കീപ്പിംഗ്, അങ്ങനെ ഇതൊക്കെയാണ് ഈ സ്പെസിഫൈഡ് ബിസിനസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇതിന് വേണ്ട ലാൻഡും ഗുഡ് വില്ലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലാതെ ബാക്കി വരുന്ന എല്ലാ ചെലവിനും നമുക്ക് ഡിഡക്ഷൻസ് കിട്ടും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പേയ്മെൻറ്റ് ടു റൂറൽ ഡെവലപ്മെൻറ്റ് ഫണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും ഈ നാഷണൽ ഫണ്ട് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, പ്രാദേശിക വികസനത്തിന് വേണ്ടിയിട്ട് വല്ല ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 100% ഡിഡക്ഷൻസ് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പ്രോജക്റ്റുകൾ, അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ്, നിലവിലുള്ള ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ അതിന് 100% കിഴിവ് കിട്ടും. പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തൊരു ചിലവും നമുക്ക് ഫുള്ളായിട്ട് ഡിഡക്റ്റബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അമോർട്ടൈസേഷൻ ഓഫ് സർട്ടൺ പ്രിലിമിനറി എക്സ്പെൻസുകൾ. ചില പ്രിലിമിനറി എക്സ്പെൻസുകൾ നമ്മൾ അമോർട്ടൈസ് ചെയ്തിടുക. ഇന്ത്യൻ കമ്പനിയുടെ അല്ലെങ്കിൽ നോൺ കോർപ്പറേറ്റ് പേഴ്സൺ റെസിഡന്റ് ഇന്ത്യ ഡിഡക്റ്റ് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഗുഡ് വില്ല് അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട് വരുന്ന വല്ല എക്സ്പെൻസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിലിമിനറി ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ, റൈറ്റ് ഓഫ് ഫീ, അതൊക്കെ അമോർട്ടൈസ് ചെയ്യുന്ന സമയത്ത് മൊത്തം ചിലവ് എന്താണോ ഒരു വർഷം അതിൻ്റെ 20% വെച്ച് നമുക്ക് ഡിഡക്റ്റ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആവുന്നവരെ ചെയ്യാവുന്നതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കമ്പനി വേറെ ഏതെങ്കിലും കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യുക, കൂടിച്ചേർന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഉള്ളതൊന്ന് വേറിട്ട് വരിക, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് 20% ഓരോ വർഷം വെച്ചിട്ട് അങ്ങനെ വരുന്ന 5 വർഷത്തേക്ക് അത് നമുക്ക് കിഴിവ് കിട്ടുന്നതായിരിക്കും. ആൻഡ് 15ാമത്തെ പോയിന്റിൽ പറയുന്ന എക്സ്പെൻഡിച്ചർ ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ്. നമ്മൾ സ്വമേധയാ ഒരു ജോബിൽ നിന്ന്, ഒരു പ്രൊഫഷനിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ റിട്ടയർ ചെയ്ത് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20% വെച്ച് ഓരോ 5 വർഷത്തേക്ക് നമുക്ക് എടുത്തുകൊണ്ടത് ഒരു എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. 16ാമത്തെ പോയിന്റിൽ പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ പ്രോസ്പെക്ടിംഗ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് മിനറൽ സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 6 അല്ല 7. ഷെഡ്യൂൾ 7ൽ പറഞ്ഞിരിക്കുന്ന ചില മിനറൽസ്, ധാതുക്കൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡെവലപ്മെൻറ്റ്സ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/10 ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ഈച്ച് ഓഫ് ദ 10 സക്സസീവ് പ്രീവിയസ് ഇയേഴ്സ്. മൊത്തം ചെലവിൻ്റെ 10ൽ 1 അങ്ങനെ നമുക്ക് വരുന്ന 10 വർഷം കൊണ്ട് അത് ഡിഡക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ വരുന്ന പോയിന്റുകളുണ്ട്, അതർ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഇൻഷുറൻസ് പ്രീമിയം, ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ ബേസിൽ വരുന്ന ഇൻഷുറൻസ് പ്രീമിയം, പിന്നെ ഫെഡറൽ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് കൊടുത്തിരിക്കുന്ന പ്രീമിയം, ഹെൽത്ത് ഓഫ് എംപ്ലോയീസിന് വേണ്ടി കൊടുക്കുന്ന ഇൻഷുറൻസ് പ്രീമിയം, പിന്നെ ബോണസ് അല്ലെങ്കിൽ കമ്മീഷൻ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, ബോറോയുടെ ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, പിന്നെ 0 കൂപ്പൺ ബോണ്ട് വാങ്ങിയിട്ട് അതിന് ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, പെൻഷൻ സ്കീമിലേക്ക് നമ്മുടെ സാലറിയുടെ 10% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ്, പിന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ സൂപ്പർ ആനുലേഷൻ ഫണ്ടിലേക്ക് എന്തെങ്കിലും സമ്മ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫണ്ട് എംപ്ലോയർ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഡിഡക്ഷൻ കിട്ടും. ലോസ് റിഗാർഡിങ് ആനിമൽസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്സിന് വേണ്ടി എന്തെങ്കിലും തരത്തിൽ അനിമൽസിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഖാന്തരം എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിന്നെ ബാഡറ്റ്സ് നമുക്ക് ഒരിക്കലും കിട്ടില്ലെങ്കിൽ ഇറിക്കവറബിൾ ആയിട്ടുള്ള ബാഡറ്റ്സ് ഒക്കെ എഴുതി തള്ളുന്ന സമയത്ത് അതിനൊക്കെ ഡിഡക്ഷൻസ് കിട്ടും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു ഡിഡക്ഷൻ നമുക്ക് അലൗ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണെന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 37(1)ൽ പെർട്ടിക്കുലർ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ മേ ബി ഡിഡക്റ്റബിൾ അണ്ടർ ദിസ് ഹെഡ്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്ന്, ആ എക്സ്പെൻഡിച്ചർ ഒരിക്കലും പേഴ്സണൽ നേച്ചറിലുള്ളതായിരിക്കരുത്, വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്നതാവരുത്, നമ്മുടെ സ്ഥാപനമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനോ ആയിട്ട് ബന്ധം, അല്ലാണ്ട് പേഴ്സണൽ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ ആവരുത്, ക്യാപിറ്റൽ നേച്ചറിലും ആവരുത്. ഇറ്റ് ഷുഡ് ബി എക്സ്പെൻഡഡ് ഹോളി ഓർ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പേർപ്പസ് ഓഫ് സച്ച് എ ബിസിനസ് ഓർ പ്രൊഫഷൻ. നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ബിസിനസ്സിൻ്റെയോ പ്രൊഫഷൻ്റെയോ ഭാഗമായിട്ട് മാത്രമുണ്ടായ എക്സ്പെൻസിലെ കൺസിഡർ ചെയ്യാവുള്ളൂ. ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു ദ പ്രീവിയസ് ഇയർ കൺസേൺഡ്. പിന്നെ ആ
ഏത് എക്സ്പെൻസ് ആണോ ആ എക്സ്പെൻസ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടായ എക്സ്പെൻസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡിഡക്ഷൻസ് കിട്ടുള്ളൂ. ഇതാണ് 4 കണ്ടീഷൻസ് എന്ന്. പേഴ്സണൽ നേച്ചർ ആവരുത്, ക്യാപിറ്റൽ നേച്ചർ ആവരുത്, ആൻഡ് അത് ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടി ഫുള്ളി നമ്മൾ ചിലവാക്കിയതായിരിക്കണം. അത് കറക്റ്റായിട്ട് പ്രീവിയസ് ഇയറിൽ ഇൻകർ ചെയ്തതോ അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകളായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഡിഡക്ഷൻസ് അലൗ ചെയ്യുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇൻകം ഫ്രം ബിസിനസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരികയാണ്. അതായത് ഇൻകം ഫ്രം പ്രൊഫഷൻ. പ്രൊഫഷനിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുമ്പോൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ വ്യക്തികൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻകം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പ്രൊഫഷനിലുള്ള ആളുകൾ അവിടെ പ്രിപ്പയർ ചെയ്യുക റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും അവർ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം റെസീറ്റ് ഓഫ് ക്യാഷ്, എവിടെ നിന്നൊക്കെ ക്യാഷ് വന്നു, എങ്ങനെയൊക്കെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ, അതിൻ്റെ ബേസിലായിരിക്കും പ്രൊഫഷൻ്റെ ഇൻകം കണക്കാക്കുക. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ്റെ ഇൻകം കണക്കാക്കുമ്പോൾ റെസീറ്റ്സ്, നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾക്ക് ക്യാഷ് റിസീവ് ചെയ്തു, പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടായി എന്നതാണ് പ്രധാനമായിട്ട് നോക്കുക. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ഫോളോയിങ് ഈസ് ദ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ഡോക്ടർ കൃഷ്ണൻ ഫോർ ദ ഇയർ എൻഡഡ് 31 March 2024. അപ്പോൾ ഇതിൽ ഡോക്ടർ കൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ റെസീറ്റ് കിട്ടിയ ക്യാഷ് കിട്ടിയതും പോയതൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് നിലവിലുണ്ടായിരുന്ന 1,22,000 ആയിരുന്നു. കൺസൾട്ടേഷൻ ഫീസ്, വിസിറ്റിംഗ് ഫീസ്, സെയിൽ ഓഫ് മെഡിസിൻസ്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസിൽ നിന്നുള്ളതുണ്ട്, ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്, ലോൺ ഫ്രം ബാങ്ക് കിട്ടിയിട്ടുണ്ട്, ഇൻകം ടാക്സ് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അയാളുടെ വരുമാനങ്ങളായിരുന്നു. ഇതെല്ലാം ചെലവുകളും സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി, അതുപോലെ മെഡിസിൻ വാങ്ങി വയ്ക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, മോട്ടോർ കാർ പർച്ചേസ് ചെയ്തു, കാർ എക്സ്പെൻസ്, റെൻ്റ് ഓഫ് ക്ലിനിക്ക്, ജനറൽ എക്സ്പെൻസ്, പേഴ്സണൽ എക്സ്പെൻസ്, ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കുക. പിന്നെ ഇത്രയാണ് നമുക്ക് ചെയ്ത് കിട്ടുമ്പോൾ ബാലൻസ് നമുക്കിപ്പോൾ 92,000 ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻകം എക്സ്പെൻസുകളാണ് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത്. കൂടാതെ 2 അഡീഷണൽ ഇൻഫർമേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. സർജിക്കൽ എക്യുപ്മെൻറ്റ്സിന് 15% ഡിപ്രീസിയേഷൻ, കാറിനും അതേപോലെ സർജിക്കൽ എക്യുപ്മെൻറ്റിനും 15% ഡിപ്രീസിയേഷൻ അലൗ ചെയ്യുന്നുണ്ട്. 1/3 മോട്ടോർ കാർ എക്സ്പെൻസ് ആർ ഇൻ റെസ്പെക്ട് ഓഫ് പേഴ്സണൽ യൂസ്. മോട്ടോർ കാറിൻ്റെ എക്സ്പെൻസ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം, 30,000 വരുന്നുണ്ട്. ആ 30,000-ൻ്റെ 1/3, 1/3 എന്തിനുള്ളതാണ്? പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രം യൂസ് ചെയ്താൽ, ബാക്കിയെല്ലാം പ്രൊഫഷൻ്റെ ഭാഗമായി, അതായത് 2/3 എന്ന് പറയുന്നത് എന്താണ്? പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്ത എക്സ്പെൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രൊഫഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഇങ്ങനെ 2 ഹെഡിങ്ങുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഫസ്റ്റ് നമ്മൾ റെസീറ്റ്സ് എന്ന് എഴുതുക. റെസീറ്റ് എന്ന് എഴുതിയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഇൻകം വന്നിട്ടുണ്ടോ അത് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ബാലൻസ് ഉള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറാണെന്ന് പറയുന്നുണ്ട്, അപ്പോൾ കൺസൾട്ടേഷൻ ഫീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് വിസിറ്റിംഗ് ഫീസാണ്. പിന്നെ ഇവിടെ അവർക്കുള്ളത് സെയിൽ ഓഫ് മെഡിസിൻ, അവിടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ഈ 3ഉം അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മാത്രം കിട്ടുന്ന വരുമാനമാണ്. സെക്യൂരിറ്റിയും ബാങ്കും ഇൻകം ടാക്സ് ഒന്നും നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് റെസീറ്റ് എന്ന് എഴുതിയിട്ട് നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മാത്രം റെസീറ്റ്സ് എഴുതുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൺസൾട്ടേഷൻ, വിസിറ്റിംഗ്, സെയിൽ ഓഫ് മെഡിസിൻ 3ഉം കൂടി കൂട്ടിയിട്ട് 3,60,000 കിട്ടി. അപ്പോൾ അടുത്ത ഹെഡിങ് നമ്മൾ കൊടുക്കേണ്ടത് എന്താ? എക്സ്പെൻസസ്. പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്ന എക്സ്പെൻസുകൾ എടുക്കാവുള്ളൂ. അപ്പോൾ അതിൽ സാലറി ടു സ്റ്റാഫ് എന്ന് പറയുന്നുണ്ട്. ആ പ്രൊഫഷൻ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എംപ്ലോയീസ് വേണം, അവർക്ക് സാലറി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. സാലറി മുഴുവനായിട്ട് എടുത്തു. പിന്നെ മെഡിസിൻ വാങ്ങി വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫുള്ളായിട്ട് വേണം. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കാറിൻ്റെ 1/3 എന്ന് പറയുന്നത് എന്താണ്? പേഴ്സണൽ യൂസിനാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി 2/3 എന്തായിരിക്കും? ഡിപ്രീസിയേഷനിൽ ഡിപ്രീസിയേഷൻ 15% എന്ന് പറയുന്നുണ്ടല്ലോ കാറിന് കൊടുക്കുന്നത്. അപ്പോൾ കാറിന് 30,000 രൂപയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കാർ എക്സ്പെൻസസ് ആണ്. കാർ എക്സ്പെൻസസിൽ
കാർ എക്സ്പെൻസസിൽ 2/3 ആണ്, ബാക്കി അതായത് 1/3 പേഴ്സണൽ യൂസിനാണ്. അപ്പോൾ 2/3 ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാൽക്കുലേഷൻ ഉണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ കാറിന് അലൗ ചെയ്തിരിക്കുന്നത് 15% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോട്ടോർ കാർ 3 ലക്ഷം രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. മോട്ടോർ കാർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 3 ലക്ഷത്തിനാണ്. അതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അതേപോലെ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ കാർ ഉപയോഗിക്കുന്നതിൽ 1/3 ഭാഗം സ്വന്തം ആവശ്യത്തിനാണ്, ബാക്കി 2/3 ഭാഗമായിരിക്കുമല്ലോ അപ്പോൾ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതെല്ലാം ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാറിൻ്റെ ഡിപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 ലക്ഷത്തിൻ്റെ 2/3 കാണുക. 3 ലക്ഷം രൂപയുടെ കാറാണല്ലോ കിട്ടുന്നത്. മൂന്ന് ലക്ഷം ഇൻറ്റു 2/3 ചെയ്യാം. അപ്പോൾ നമുക്ക് 1 ലക്ഷം കിട്ടും. 1 ലക്ഷം ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 ലക്ഷം. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 15% ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 15% ആണ് നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടുക. അപ്പോൾ ആ 15% ആണ് എന്ത്, ഈ ഒരു 30,000 എന്ന് പറയുന്നത്. 2 ഇൻറ്റു 15/100 വരും. 15% ഇവിടെ ചെയ്യേണ്ടത്. 15% ഡിപ്രീസിയേഷൻ. അപ്പോൾ 15/100 ചെയ്യുമ്പോഴാണ് 30,000 കിട്ടുന്നത്. അതേപോലെ കാറിൻ്റെ എക്സ്പെൻസ് ചെയ്യുമ്പോഴും 1/3 പേഴ്സണൽ യൂസ്ഡാണെങ്കിൽ ബാക്കി അതിൻ്റെ 2/3, അതായത് കാറിൻ്റെ എക്സ്പെൻസ് നമുക്ക് ടോട്ടൽ 30,000 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1/3 പേഴ്സണൽ യൂസിന് എടുക്കരുത് നമ്മൾ, ബാക്കി 2/3 മാത്രമാണ് ഇവിടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 30,000ൻ്റെ 2/3 പറയുമ്പോൾ 20,000 വരും. ഇനി ക്ലിനിക്കിന് കൊടുക്കുന്ന റെൻറ്റ് ഇതിൻ്റെ ഭാഗമാണ്. ജനറലായിട്ട് വരുന്ന എക്സ്പെൻസുകൾ വരും. പിന്നെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 15% അതിനും ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് 80,000 ആണ് വരുന്നത് ക്വസ്റ്റ്യനിൽ. അതിൻ്റെ 15% നമുക്ക് 12,000 രൂപയായിട്ട് ഡിപ്രീസിയേഷനായിട്ട് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊഫഷനുമായി മാത്രം ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണക്കാക്കാൻ വളരെ ഈസിയാണ്. ഇൻകം ഫ്രം പ്രൊഫഷൻ കാണണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, റെസീറ്റും എക്സ്പെൻസും എന്താ നോക്കുക, എന്തൊക്കെ റിസീവ് ചെയ്തു നോക്കുക, എന്തൊക്കെ നമ്മുടെ പ്രൊഫഷനായി ബന്ധപ്പെട്ട് ചിലവ് വന്നു എന്നുള്ളത് നോക്കുക. അപ്പോൾ റെസീറ്റ് നമുക്ക് 360 ഉണ്ട് കിട്ടിയത്. നമ്മുടെ ചിലവ് അതിന്ന് പോകുമ്പോൾ 312 ആണ് ചിലവായി പോകുന്നത്. ബാക്കി 48,000 ആണ് എന്തായിട്ട് നമുക്ക് പറയാൻ പറ്റുക, പ്രൊഫഷണൽ ഇൻകം ആയിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ, ഇൻകം ഫ്രം പ്രൊഫഷൻ കാണുന്ന വിധം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തന്നിട്ടുണ്ട് മിസ്റ്റർ റോഷൻ്റെ. അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും തന്നിരിക്കുന്ന ഇൻകവും എക്സ്പെൻഡിച്ചറും, ഇവിടെ എല്ലാം എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ഇവിടെ ഇൻകവും തന്നിട്ടുണ്ട്. ഓഫീസ് റെൻറ്റ് കൊടുക്കുന്നുണ്ട്, സാലറി കൊടുക്കുന്നുണ്ട്, ചാരിറ്റി, ഡൊണേഷൻ, ഗിഫ്റ്റ് ടു റിലേറ്റീവ്സ്, ജേണൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വരുന്ന ചിലവ്, കാറിൻ്റെ എക്സ്പെൻസ്, ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, നെറ്റ് ഇൻകം, ഇത്രയാണ് വരുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്ന ഇൻകത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓഡിറ്റ് നടത്തുമ്പോൾ ഓഡിറ്റ് ഫീസ്, പിന്നെ കൺസൾട്ടിങ് ഫീസ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഡെപ്പോസിറ്റിന് മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, അക്കൗണ്ടിങ് വർക്കിനുള്ള എമൗണ്ടും കിട്ടുന്നുണ്ട്. ഇത്രയും അദ്ദേഹത്തിൻ്റെ ഇൻകവും ഇത്രയും അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസുകളാണ് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. 50% കാറിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, പകുതി മാത്രമാണ് പേഴ്സണൽ എക്സ്പെൻസ്, ബാക്കി പകുതി എന്താ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് വരുന്ന. അപ്പോൾ 50% നമുക്ക് പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടത്. ഡിപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട് 5,000 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇൻകം, പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് 2 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് സാധാരണ. ഒന്ന് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തരാം. അങ്ങനെയാണെങ്കിൽ റെസീറ്റ്സ് എടുക്കുക, പിന്നെ പേയ്മെൻറ്റ് എടുക്കുക. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തരുമ്പം ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും അവിടെ റെസീറ്റ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് മാത്രം റിസീവ് ചെയ്ത കാര്യങ്ങളെ ഇവിടെ എടുക്കാവുള്ളൂ. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഓഡിറ്റിങ്ങിൻ്റെ ഫീസ് അതിൻ്റെ ഭാഗമായിട്ട് വന്നു. കൺസൾട്ടേഷൻ്റെ ഫീസ് അവിടെ വരും. പിന്നെ വരുന്നത്
നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ക്ലിയർ ആണ്. ഇവിടെ ഓഡിറ്റിങ്ങും കൺസൾട്ടേഷനുമാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഡെപ്പോസിറ്റും ഡിവിഡൻറ്റും ഒന്നും അതിൻ്റെ ഭാഗമല്ല. പിന്നെ അക്കൗണ്ടിങ് വർക്കിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ 3 കാര്യങ്ങളാണ് റെസീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഇനി എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് ഓഫീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റെൻറ്റ് കൊടുക്കണം, സ്റ്റാഫിന് സാലറി കൊടുക്കണം, ചാരിറ്റി ഡൊണേഷൻ, ഗിഫ്റ്റ്, സബ്സ്ക്രിപ്ഷൻ, ഗിഫ്റ്റ് വരയ്ക്ക് ഇതൊന്നും ഇതിൽ പെടാത്തതാണ്. പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ജേർണൽസ് ഒക്കെ വരുത്തുണ്ടാവും, അതിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻസ് കൊടുക്കുക. പിന്നെ കാർ എക്സ്പെൻസസ് പറഞ്ഞല്ലോ, പകുതി പേഴ്സണൽ യൂസാണ്, ബാക്കി പകുതി പ്രൊഫഷണലാണ്. അപ്പോൾ ആ 50% എടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇത് തന്നിരിക്കുന്നതിന്. പിന്നെ നമുക്ക് എടുക്കേണ്ട പോയിന്റ് ഡിപ്രീസിയേഷനും കൂടിയാണ്, കാറിന് കൊടുക്കുന്ന ഡിപ്രീസിയേഷനും കൂടിയാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റുകൾ ഒന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. പേയ്മെൻറ്റ്, ഓഫീസ് റെൻറ്റ് കൊടുത്തു, സാലറി കൊടുത്തു, ജേർണൽ വാങ്ങുന്നതിന് സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ ചിലവിൽ പകുതി നമുക്ക് പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് വരുന്ന പേയ്മെൻറ്റാണ്, അപ്പോൾ അത് പകുതി എടുത്തു. പിന്നെ കാറിൻ്റെ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട് പറഞ്ഞു, അത് 5000 രൂപയാണ്. അപ്പോൾ ഇത്രയാണ് റെസീറ്റും പേയ്മെൻറ്റും വരുന്നത്. നമ്മൾ റിസീവ് ചെയ്യുന്നത് 7,70,000 ആണ്. നമുക്ക് വരുന്ന ചിലവുകൾ എന്ന് പറയുന്നത് 1,08,000 ആണ്. അപ്പോൾ ഈ വരുമാനത്തിൽ നിന്ന് ചിലവ് കുറയ്ക്കുമ്പോൾ ബാലൻസ് വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടാണ്, ഇൻകം ഫ്രം പ്രൊഫഷൻ കാണുക എന്നുള്ളത്. കാരണം തന്ന ക്വസ്റ്റ്യൻ ക്ലിയറായി വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന വരുമാനങ്ങൾ എടുക്കുക, അതുമായി മാത്രം ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ എടുക്കുക, അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, അതിനെയാണ് ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ 5 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നുള്ളൂ. ഒന്ന്, എങ്ങനെയാണ് ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്, അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളതും ഡിസലൗഡ് ആയിട്ടുള്ള ഇൻകവും എക്സ്പെൻസ് എന്ന് പ്രത്യേകിച്ച് പഠിച്ചേ മതിയാവുള്ളൂ. അതിൻ്റെ ബേസിലാണ് ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ഇൻകത്തിൽ തന്നെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും, അതെന്തിനൊക്കെയെന്നും കൂടി ഒന്ന് നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇൻകം ഫ്രം ബിസിനസ്സിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഇൻകം ഫ്രം പ്രൊഫഷനാണ്. പ്രൊഫഷനിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രൊഫഷനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന റെസീറ്റ് എല്ലാം എഴുതുക, അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയതെല്ലാം എഴുതുക. പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പേയ്മെൻറ്റുകൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ലെസ് ചെയ്യുക. ബാലൻസ് വരുന്നതിനാണ് എന്ത് പറയുന്നത്, ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്